മുമ്പ് വളരെ നേരത്തെ തന്നെ BJP ഒരു മാസ്റ്റർ പ്ലാനും പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഇതിനോടൊപ്പം പാരലായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരം കോർപ്പറേഷനും തൃശൂർ കോർപ്പറേഷനും BJPക്ക് അനുകൂലമായിട്ട് BJP ഭരിക്കണം, അത്തരത്തിൽ മാറണം എന്നുള്ളത് കേന്ദ്രത്തിന്റെ തന്നെ നിർദ്ദേശമാണ്. BJPയുടെ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെടുകയാണ് തിരുവനന്തപുരത്തും തൃശൂരിലും. തൃശൂരിൽ ഒന്നും കൂടി ശ്രദ്ധയുണ്ട്. ഏത് പാർലമെന്റ് സീറ്റായിരിക്കും ആദ്യം എത്തുക പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് എന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെയും പ്രവചനങ്ങളും കണക്കുകൂട്ടലും ഒക്കെ തെറ്റിച്ചുകൊണ്ട് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയാണ് അങ്ങ് ചെന്നത്. അതുപോലെ തന്നെ തൃശൂരിൽ നിന്ന് തന്നെ ആ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയണം. അതിന് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തന്നെ പ്രവർത്തനവും നടക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരവും തൃശൂരും കോർപ്പറേഷൻ നേടിക്കഴിഞ്ഞാൽ ഇതിനെ തുടർന്നുണ്ടാകാൻ പോകുന്ന ഫലം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. ഇതില് 3 നിയമസഭാ മണ്ഡലങ്ങള് BJPക്ക് നേടാൻ കഴിയും. അത് ഉറപ്പായ കാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.